ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അത് യുദ്ധസംഭവവുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ അതിശക്തമായ രൂപത്തിൽ അവർ അവരുടേതായിട്ടുള്ള ആ ഒരു നീയത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ടാൽ, അതിൽ അവർ മരണപ്പെട്ടാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ശാശ്വതമല്ല. അവർക്ക് പരലോകം ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ദുനിയാവിനെ കുറിച്ച് യാതൊരുവിധ താല്പര്യവുമില്ല. അവർ ആഖിറത്തെ കുറിച്ചാണ് അവരുടെ ചിന്ത. ഇവിടെ ഒരു മനുഷ്യൻ ജനിച്ച് മരണപ്പെടുന്നത് 120 150 വയസ്സിന്റെ ഉള്ളിലാണെങ്കിൽ ബാക്കിയുള്ള അവശേഷിക്കുന്ന കാലം ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ തന്നെ മറ്റൊരു ലോകത്ത് ജീവിതമുണ്ട്, ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ പിന്നെ ഈ ലോകത്തെ അവർക്ക് യാതൊരുവിധ താല്പര്യവും ഉണ്ടാകില്ല. കാരണം ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കും. പക്ഷേ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ഈമാൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിജ്ഞയോടുകൂടി തന്നെ, ആ ഒരു ഉറപ്പോടുകൂടി തന്നെ അവർ മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുക. അപ്പൊ ആ വ്യക്തി പറയുന്നു, ആ മിലിറ്ററിക്കാരൻ പറയുന്നുണ്ട്, ഞങ്ങൾ ആണുങ്ങളാണ്, ഞങ്ങളുടെ ആ ഒരു ആണുങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോ ഇന്നലെ ഏതൊരു പള്ളിയിലെ ഇമാം പറഞ്ഞ ഒരു വാക്ക് ഞാൻ കേട്ടിരുന്നു. പുരുഷനായി കഴിഞ്ഞാൽ ഒരാണാണ് എന്ന് തെളിയിക്കുന്ന ആ ഒരു രീതി, അത് മറ്റൊരു ഞാൻ പറയാൻ ഒരിക്കലും പാടില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. ആ വാക്കുകളൊന്നും ശരിയല്ല എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പൊ അവർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന്റെ മുമ്പ് തയ്യാറെടുക്കുന്ന ആ ഒരു മിലിറ്ററിയുടെ ഇടയിലേക്കാണ് ആ ഒരു മാധ്യമ പ്രവർത്തകൻ ഇറങ്ങിച്ചെന്നത്. അപ്പൊ അവരുടെ ആ ഒരു വാക്കുകളാണ് അതൊക്കെ. ഇപ്പോ മറ്റൊരു സംഭവമുണ്ട്. നെതന്യാഹുവിന്റെ ആ ഒരു കുടുംബ വീട് എന്നാണ് പറയുന്നത്. അതൊരു ഹിന്ദി ന്യൂസിൽ പറയുന്നുണ്ട്. ആ കുടുംബ വീടിന്റെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചതായിട്ടുള്ള ആ ഒരു ഭാഗത്താണ് ഇറാന്റെ മിസൈൽ ചെന്ന് പതിച്ചത് എന്ന് പറയുന്നു. ചില ന്യൂസിൽ പറയുന്നത് നെതന്യാഹുവിന്റെ ആ ഒരു കുടുംബ വീട് ഇറാൻ തകർത്തു കളഞ്ഞു എന്ന് പറയുന്നു. ഇതിലേതാ വിശ്വസിക്കാൻ പറ്റുക? ആ ഹിന്ദി ന്യൂസിൽ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ആ മിസൈൽ വരുന്നതും ആ മിസൈൽ വന്ന് ആ ഒരു ചെടിയുടെ ഭാഗത്ത് പതിക്കുന്നതും വളരെ കൃത്യമായിട്ട് ആ ഒരു ന്യൂസ് ചാനലിൽ കാണിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് മ്യൂസിക് ഉണ്ടെങ്കിൽ കേൾപ്പിക്കാൻ വലിയ പ്രയാസം തന്നെയാണ്. नेतन्याहू के घर पर बमबारी हो गई है, बम से हमला किया गया है नेतन्याहू के घर पर। पहले उनका घर दिखाते हैं, ये है नेतन्याहू का घर, यालीशान घर इजराइल में है नेतन्याहू का। इसी घर पर अटैक हुआ है जिसे आप इस वक्त देख रहे हैं तस्वीरों में। घर के आगे स्विमिंग पूल आपको नजर आ रहा है, गार्डन एरिया है, यहीं पर अटैक हुआ है नेतन्याहू के घर पर। बॉम्ब से अटैक हुआ, एक के बाद एक कई बॉम्ब दागे गए। उस हमले की तस्वीर ഇതിൽ പറയുന്നത് നെതന്യാഹുവിന്റെ വീടാണെന്ന് പറയുന്നത്. അപ്പൊ നെതന്യാഹുവിന്റെ വീടിന്റെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഗാർഡൻ ഉണ്ട് ഒക്കെ പറയുന്നുണ്ട്. അവിടെ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ആ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത്. ആ ഒരു ഇസ്രായേലിലേക്ക് ഇറാന്റെ ആ ഒരു റോക്കറ്റ് എന്നാ പറയുന്നത്, ഹിന്ദി അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. ആ റോക്കറ്റ് 2 എണ്ണം വരുന്നതിന് ആകാശത്ത് നിന്നും വരുന്നത് ആസ്മാൻ സെ ആത്തെ എന്ന് പറയുന്നുണ്ട്. में आप देख रहे हैं ये नेतन्याहू के घर पर हमला था, उस वक्त की तस्वीरें। ये दोनों हमले उसके बाद देखिए, ये नेतन्याहू के घर के बाहर आकर यहां धमाका हुआ। बताया जा रहा है घर के पास बेडरूम के नजदीक ये धमाका हुआ। നെതന്യാഹുവിന്റെ വീടിന്റെ ഉമ്മറത്ത്
മറ്റേ ഗാർഡനിലാണ് 2 മിസൈൽ വന്ന് പതിച്ചത്. ചില ആളുകൾ ഇവിടെ വേറെ ന്യൂസിലൊക്കെ പറഞ്ഞിരുന്നു നെതന്യാഹുവിന്റെ വീട് ഇറാൻ ആ ഒരു ബോംബ് സ്ഫോടനത്തിൽ തകർന്നു എന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ ഏതാ വിശ്വസിക്കുക? അപ്പൊ കൃത്യമായിട്ട് ന്യൂസ് അത് വീഡിയോ സഹിതമൊക്കെ എടുത്ത് കാണിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിന്റെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു വാർത്തകൾ നമുക്ക് മനസ്സിലാക്കുക. ഇതിൽ നമ്മൾ ഒരാളെയും നമ്മൾ പക്ഷം പിടിക്കേണ്ട ഒരാവശ്യവുമില്ല. അവിടെ ഇസ്രായേല് ഇറാനും തമ്മിലുള്ള യുദ്ധമാണ്. ഈ 2 രാജ്യവും യുദ്ധം ആവർത്തിക്കുകയാണെങ്കിൽ വലിയ രൂപത്തിലാണ് നമ്മുടെ ഇന്ത്യക്കും ബാധിക്കുന്നത്. ഇന്ത്യയും ഇറാനും ഒരുപാട് കയറ്റുമതി ഇറക്കുമതി ആ ഒരു വ്യാപാരത്തിൽ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും ഇസ്രായേലുമായിട്ട് ആ ഒരു ആയുധ കരാറും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ആ ഒരു സംവിധാനങ്ങളിലുമൊക്കെ ഇന്ത്യയുടെയും ആ ഒരു ബന്ധമുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ 2 രാജ്യങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി അത് നമ്മുടെ ഭാരതത്തിന്റെ പ്രൈം മിനിസ്റ്ററാണ്. നരേന്ദ്രമോദി ഇടപെട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കും. അത്രയും പക്കമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ 2 രാജ്യവുമായിട്ട് നമ്മുടെ രാജ്യത്തിനുള്ളത്. അപ്പോ നരേന്ദ്രമോദി വ്യക്തിപരമായിട്ട് അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള സ്ഥാനം വെച്ച് ഇറാന്റെ പ്രധാനമന്ത്രിയുമായും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുമായും ആ ഒരു സമാധാന ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും ഈ യുദ്ധം മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കും. അപ്പോ അത് തയ്യാറാവാത്തതിന്റെ ആ ഒരു ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാത്ത വിഷയം നമ്മളെടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് എൻ്റെതായിട്ടുള്ള ഒരു നിലപാടാണ് ഞാൻ പറഞ്ഞത്. അത് അവസാനിക്കും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. അറേബ്യൻ രാജ്യങ്ങളായിട്ടുള്ള കുവൈത്തോ അതല്ലെങ്കിൽ UAE ഖത്തറോ ബഹ്റൈനോ ഈ രാജ്യങ്ങളൊന്നും ഇറാനുമായിട്ട് ചർച്ചയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു രീതിയിലും ഇറാൻ അവരുടെ മുൻപിൽ തലകുനിക്കില്ല. കാരണം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യം പറഞ്ഞാൽ ഇറാൻ കേൾക്കും, നമ്മുടെ രാജ്യം പറഞ്ഞാൽ ഇസ്രായേലും കേൾക്കും. അവിടെയാണ് അതിന്റെ പോയിന്റ്. മറ്റൊരു ഇതും കൂടി ഉണ്ട് നടന്നത്. തുടരെയുള്ള ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നില്ല. അതനുസരിച്ച് ഇറാനിലെ വിവിധ ഇടങ്ങളിൽ ഇസ്രയേൽ ആക്രമണവും നടത്തി. അതിലേറ്റവും വലുതാണ് ടെഹ്റാനിലെ എണ്ണ സംസ്കരണശാലയിൽ നടന്നത്. തുടരെയുള്ള ഡ്രോൺ ഈ ഒരു ടെഹ്റാനിൽ ഉണ്ടായ ആ ഒരു എണ്ണശേഖരത്തിന്റെ ആ മുകളിൽ ചെന്ന് പതിച്ച ഇസ്രായേലിന്റെ ആ ഒരു മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ തന്നെ ആ ഒരു ടെലവീവിൻ പട്ടണം തന്നെ ഇറാൻ ഇല്ലാതാക്കി മാറ്റിയത്. അപ്പോൾ ഈ ഒരു 2 സംഭവം ഉണ്ടായ സംഭവം തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ചില ന്യൂസ് ചാനലുകൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അൽ ഖമേനി മറ്റേ ബങ്കറിന്റെ ഉള്ളിൽ ഏതോ പൊത്തിന്റെ ഉള്ളിൽ ഒളിച്ചു. ഇസ്രായേലിന്റെ നെതന്യാഹു ആ രാജ്യം വിട്ടു ഓടി. എന്തിനാ അതിന്റെ ആവശ്യം? ഒരു രാജ്യത്ത് യുദ്ധം നടക്കുന്ന സമയം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പ്രൈം മിനിസ്റ്റർമാർ പല രാജ്യങ്ങളിലേക്കും അഭയം പ്രാപിക്കുന്നത്. അതല്ലാതെ രാജ്യം വിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ ഈ 2 രാജ്യത്തെ കുറിച്ച് നോക്കുമ്പോൾ ഒരു രീതിയിലും അവിടെ നിന്നും ഓടാൻ സാധ്യതയില്ല. ഇപ്പൊ ഇസ്രായേലിന്റെ നെതന്യാഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ ഫലസ്തീൻ, ഹമാസ്, അതുപോലെ തന്നെ സിറിയ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ അവരുമായിട്ട് ഫൈറ്റ് നടത്തിയിട്ടും നെതന്യാഹു ആ രാജ്യം വിട്ട് പോയിട്ടില്ല, എവിടെയും ഒളിച്ചിട്ടില്ല. അതുപോലെ തന്നെ അൽ ഖമേനിയുടെ കഥയും അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ എന്ത് ചെയ്തിട്ടും എന്ത് ചെയ്താലും ആ വ്യക്തിയെ ബാധിക്കില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അത് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ് ഇറാന്റെ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കിളവനാണ്
ഇനി അയാളെ കൊണ്ടൊന്നൊരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്കാണ് പ്രശ്നം. ആ രാജ്യം ഏത് രൂപത്തിൽ ആക്കിയെടുക്കണം എന്നുള്ളതിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ തന്നെയാണ് അൽ ഖമേനി. ഇത് കാലങ്ങൾ തെളിയിച്ചതാണ്. അപ്പോ